ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ. ചില്ലി ചിക്കൻ ഓരോരുത്തരുടേതായ ശൈലികൾക്ക് ഉണ്ടാക്കും. ഞാൻ എൻ്റേതായ ഒരു ശൈലിക്ക് ഉണ്ടാക്കുന്ന ഒരു ചില്ലി ചിക്കനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഒരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ചിക്കൻ വറക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചില്ലി ചിക്കൻ ആക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 2.5 കിലോ ചിക്കനോളം ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മസാല, ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല റെഡിയാക്കാൻ പോകണം. ആദ്യമായിട്ട് ഞാനൊരു മുഴുത്ത തവിയിലൊരു രണ്ട് തവി മൈദ ചേർത്തു. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവർ, ഒരു 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചിക്കൻ കൂടുതലുള്ള കാരണം കുറച്ച് കൂടുതലിടുന്നുണ്ട്. ഞാനൊരു 2-3 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലകളാണ് ചേർക്കാനുള്ളത്. ഇതൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കുക. ഇതിൽ മൈദ, കോൺഫ്ലവർ, ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഏകദേശം ഒരു 3-3.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ചിക്കൻ കുറേ കൂടുതലുള്ള ക്വാണ്ടിറ്റി ഉള്ള കാരണം. അപ്പോൾ നമ്മളിപ്പം ഇതിനകത്തേക്ക് മൈദ, കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾ, മുളക് ഇത്രയും ചേർത്തു. ഇനി കുറച്ച് ഗരം മസാല, ഒരു 2 സ്പൂൺ ഗരം മസാല, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാല നന്നായിട്ട് മിക്സ് ആകാണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ഇനി മുട്ട, ഒരു 3 മുട്ടയോളം ചേർക്കുന്നുണ്ട്. കാരണം ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഒരു 3 മുട്ടയോളം വേണം. കാരണം മുട്ട ചേർത്താലേ ചിക്കൻ്റെ ശരിക്കും അത് കോട്ടിങ് പിടിക്കുള്ളൂ, അതിൽ മസാല പിടിക്കുള്ളൂ. അപ്പോൾ മുട്ട, അതായത് 3 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടിച്ച മുട്ടയും കൂടെ ചേർത്തു. നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. ചിക്കൻ ശരിക്കും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാലേ മസാല പിടിക്കുള്ളൂ. മസാല പിടിക്കാനായിട്ട് കുറച്ച് നേരം നമ്മളിത് മിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. നമ്മൾ നന്നായിട്ട് മസാല തിരുമ്മി വെച്ച ചിക്കൻ വറക്കാൻ പോവാണ്. നമ്മളൊരു ഒരു ഫ്രൈ പാനിലല്ല, ഒരു വലിയ ചെരുവാണ് അത്, നോൺ സ്റ്റിക്കിൻ്റെ, അതിലേക്കാണ് വറക്കുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട പിടിക്കാതെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ്റെ ഓരോരോ പീസ് ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പം നമ്മളിപ്പം ചില്ലി ചിക്കനുള്ള ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആക്കി കഴിഞ്ഞു. ഇതാണ് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിപ്പോൾ ക്യാപ്സിക്കം, ഏകദേശം ഒരു 2.5 കിലോ ചിക്കനുള്ള കാരണം അതിലെടുത്ത ക്യാപ്സിക്കം, ഒരു മുഴുത്ത 3 ക്യാപ്സിക്കം, ഒരു മുഴുത്ത 4 സവാള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, സ്പ്രിംഗ് ഓണിയൻ, പച്ചമുളക്, പിന്നെ ഇത് നമ്മൾ ചിക്കൻ വറുത്ത ഓയിൽ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചൂടായി
നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത അതേ ഓയിൽ തന്നെ ഒഴിക്കുന്നത്. നമ്മൾ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുന്നത്. ഓയിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യമുള്ള ഓയിൽ മാത്രം ഒഴിക്കുന്നത് കാരണം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തു. ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പച്ചമുളക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വേകണം. ഒന്ന് ശരിക്കും വഴറ്റിയെടുത്തതിന് ശേഷം വേണം അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനുള്ള ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റി ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് വഴറ്റി. നമ്മളിതിനകത്തേക്ക് ചിക്കൻ ഇടാൻ പോകണം. ഫ്രൈ ആക്കി വെച്ചിരിക്കണം ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളിതിനകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. ഇവിടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ നമ്മളതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മറ്റുള്ള കെച്ചപ്പൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ടൊമാറ്റോ മാത്രമേ ഉള്ളൂ. നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി ഓഫ് ചെയ്യും. കാരണം ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളധികം ചൂടാക്കില്ല, പിന്നെ മിക്സ് ചെയ്താൽ മതി നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനും പൊറോട്ടയാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരും കഴിക്കുന്നുണ്ടോ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ജോലി എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളിയാണ്. സൂപ്പറാണോ? ഓക്കെ. എങ്ങനെയുണ്ട് മെസ്സി? എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. ആയിവ. ജല്ലു എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. ആയിവ. ജൂലേ? അടിപൊളി. അപ്പോൾ നമ്മുടെ ഫുഡ് ഇഷ്ടമായി. പിള്ളേർ എല്ലാവരും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പറഞ്ഞത്. എനിക്കും ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.